പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 16 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി, എത്ര ശ്രേഷ്ഠകരമായിട്ട്, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറയാം. കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒന്ന് ഓർത്ത് നോക്കിയിട്ട് കർത്താവ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയത് ഓർത്തിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. കർത്താവ് എത്ര നല്ലവനാണ്. സ്വസ്ഥമായി ഉറങ്ങുവാൻ നമ്മളെ സഹായിച്ചു. നമുക്ക് ചുറ്റും തീമതിലായി നിന്നു. തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കി ഒരനർത്ഥം നമുക്ക് ഭവിക്കാതെ, ഒരു ബാധ നമ്മുടെ കൂടാരത്തിൽ കയറുവാൻ അനുവദിക്കാതെ കർത്താവ് തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കി രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന് ആമേൻ. എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് ആ കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഓരോ നാളും അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു 33-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞു: നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് കർത്താവിന് സ്തുതി പാടുവീൻ, കർത്താവിന് സ്തുതി പാടുവീൻ. ആമേൻ. ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകഹൃദയത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. കരങ്ങളെ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകവ്യാപകമായി ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപ കൂടെയിരിക്കണം. രോഗത്താൽ അവർ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ സൗഖ്യമുണ്ടാകട്ടെ. എല്ലാ തേയ്മാനങ്ങളും ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ മുഖാന്തരം ഉണ്ടായിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ ആമേൻ സൗഖ്യമാകട്ടെ. എല്ലാ ആമേൻ ഹാർട്ട് ബ്ലോക്കുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൂത്രം പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും കൊടുത്താട്ടെ. അവർ ആരോഗ്യമുള്ളവരായിത്തീരട്ടെ, ദൈവിക ആരോഗ്യമുള്ളവരായിത്തീരട്ടെ. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ദൈവിക സമാധാനം അനുഭവിക്കട്ടെ, ദൈവിക ജയം അനുഭവിക്കട്ടെ, ദൈവിക സ്വസ്ഥത അനുഭവിക്കട്ടെ, ദൈവിക സമൃദ്ധി അനുഭവിക്കട്ടെ. അതുപോലെ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. ആരും വഴിതെറ്റിപ്പോകൽ, ഒറ്റ കുഞ്ഞു പോലും കർത്താവെ അങ്ങേ അറിയാതെ വഴിതെറ്റിപ്പോകാൻ ഇടവരാതെ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ട് കർത്താവിൻ്റെ വഴിയിൽ നടക്കുവാൻ ഇടവരണം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസന്മാരെ അനുഗ്രഹിക്കുകയും കർത്താവരെ ഉപയോഗിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ സഭായോഗം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം, ഏറ്റവും ശ്രേഷ്ഠകരമാക്കി തീർക്കണം. അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ ഇടവരുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ അതിനുവേണ്ടി ഒരുങ്ങുകയും പങ്കെടുക്കുകയും ചെയ്യുക. ഇന്ന് നമുക്ക് പ്രഭാതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ആലോചന ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യമാണ്. അത് വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കേണ്ടത്, 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. അടുത്ത ശനിയാഴ്ച മുതൽ പിന്നത്തെ വെള്ളിയാഴ്ച വരെ നമുക്ക്, അതായത് 24th of May
മുതൽ 30-ാം തീയതി വരെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. ഒരുങ്ങുക, പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കാനുമായി സമയം വേർതിരിക്കുക. കർത്താവെ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നുള്ളതാണ് നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയിലെ പ്രധാന പ്രാർത്ഥനാ വിഷയം. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു. 42-ാമത്തെ വാക്യം വായിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയും ഇല്ല. നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം. നമ്മുടെ കർത്താവ് 39-ാമത്തെ അല്ലെങ്കിൽ 38-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് യാത്ര പോകുമ്പോൾ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അപ്പം യേശുവിനെ മാർത്ത ആണ് വീട്ടിൽ കൈക്കൊണ്ടത്. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിനാൽ നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല. ഇന്ന് പ്രഭാതി കർത്താവ് നമ്മളെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. യേശു യാത്രയിലാണ്. യേശു യാത്രയിൽ ഒരു ഭവനത്തിൽ, മേരിയുടെയും മാർത്തയുടെയും ഭവനത്തിൽ സന്ദർശിക്കാനായിട്ട് കയറി. മാർത്ത യേശുവിനെ കൈക്കൊണ്ടു എന്നാണ് പറഞ്ഞത്. യേശു വന്നപാടെ മാർത്ത വളരെ തിരക്കിലായി. യേശുവിനെ ശുശ്രൂഷിക്കാനുള്ള തിരക്കിലായിരിക്കാം, ഒരുപക്ഷെ കിച്ചണിലായിരിക്കാം, കുക്കിങ്ങും ക്ലീനിങ്ങും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിൽ ഭയങ്കര തിരക്കിലായിപ്പോയി. പക്ഷെ മറിയ എന്നായിരുന്നു? മറിയ വന്നപാടെ യേശുവിൻ്റെ കാൽക്കൽ വന്നിരുന്നിട്ട് യേശു പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മാർത്ത കുറച്ച് നേരം ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ മാർത്തയ്ക്ക് ദേഷ്യം വന്നു. മാർത്ത ഓടി വന്ന് യേശുവിനോട് ചോദിച്ചു, യേശുവേ, അങ്ങ് കാണുന്നില്ലേ ഇത്? ഇവൾ എത്ര നേരമാണ് അവിടെ വന്നിരിക്കുന്നത്? ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പം യേശു വളരെ സൗമ്യമായിട്ട്, വളരെ ഡിപ്ലോമാറ്റായിട്ട് വേണമെങ്കിൽ പറയാം, മാർത്തയോട് പറഞ്ഞു, മാർത്തേ, നീ ഇതിനെക്കുറിച്ചെല്ലാം വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ അല്പമേ വേണ്ടൂ. അതെന്താണ്? നീ പലതിനെ ചൊല്ലി, അവളോട് മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടുള്ളൂ, ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതാണ് കർത്താവ് മാർത്തയോട് പറഞ്ഞ മറുപടി. ഇന്നത്തെ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഇതാണ്. നമ്മൾ പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയിട്ട് പ്രാധാന്യമില്ലാത്ത പലതിൻ്റെയും പുറകെ ഓടി നടക്കുകയാണ്. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതാണ്. കർത്താവ് മാർത്ത ഒരുപക്ഷെ യേശുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാകാം ഈ പരിപാടികൾക്കെല്ലാം പോയത്. പക്ഷെ കർത്താവ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. കർത്താവ് അതിന് താല്പര്യം കാണിച്ചില്ല. കർത്താവ് പറഞ്ഞു, മറിയ ചെയ്തതാണ് കറക്റ്റ്. മറിയ എൻ്റെ കാൽക്കൽ വന്നിരുന്നു, ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. നമ്മളൊക്കെ ആണെങ്കിലും ഒരു ദിവസം ഒന്ന് ചെന്ന് ചോദിക്കുക, നമ്മൾ പല കാര്യങ്ങളുടെ പുറകെ ഓടുക. എങ്ങനെ പൈസ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ പുറകെ ഓടുന്നു. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ആമേൻ, ഇൻസ്റ്റാഗ്രാം, ആമേൻ, ഫേസ്ബുക്ക്, അല്ലെങ്കിൽ TV കാണുക. ഇങ്ങനെ പല കാര്യങ്ങളുടെ പുറകെ നമ്മൾ ഭയങ്കര ബിസിയായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ ലോകത്തിൽ പല കാര്യങ്ങളുടെ പുറകെ ബിസിയായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നു. ദൈവവചനം കേൾക്കുന്ന കാര്യം നമ്മൾ മറന്നു പോവുക. ആ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ പല കാര്യങ്ങളിൽ കുഴങ്ങി. ബിസിനസ്സുകാരനായിരിക്കാം, പക്ഷേ ദൈവത്തോടു കൂടെ ഇരിക്കാൻ സമയമില്ല. ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ സമയമില്ല. ഒരു സാധാരണ വിശ്വാസിയോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനാകാം, പക്ഷേ പലതും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു. നമുക്ക് കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ സമയമില്ല. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് പറയുന്നത്, നീ എൻ്റെ കൂടെ ഇരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു തീരുമാനമെടുക്കണം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതിനായിരിക്കും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. സഭായോഗത്തിന് പോകുന്നതിന് ഞാൻ പ്രാധാന്യം കൊടുക്കും. ദൈവശബ്ദം കേൾക്കാൻ ഞാൻ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കും. അന്ന് യേശു ലിറ്ററലി ഉണ്ടായിരുന്നു. യേശുവിൻ്റെ പാദപീഠത്തിൽ മറിയയ്ക്ക് ഇരിക്കാമായിരുന്നു. ഇന്ന് നമ്മൾ ചോദിക്കും, ഞാൻ ഏത് പാദപീഠത്തിലിരിക്കും? ദൈവവചനവുമായി, അല്ലെങ്കിൽ വചനം കേൾക്കാനിരിക്കുന്നത് യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുന്ന, ദൈവസഭയിൽ പോയി ആരാധനയിൽ പങ്കെടുത്ത് ദൈവശബ്ദം കേൾക്കാനായി അവിടെ ഇരിക്കുന്നത് യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയും നിങ്ങൾ ദൈവവചനം വായിക്കുകയും അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് കേൾക്കാനിരിക്കുന്നത് നിങ്ങൾ ദൈവശബ്ദം കേൾക്കുവാൻ യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുക. അധികാരത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ ദൈവവചനം കേൾക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വചനം വായിക്കുന്നത് യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നല്ലത് തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ആകും. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രയോജനപ്പെടും. നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം, കർത്താവിൽ നിന്ന് കേൾക്കുന്ന സമയം, ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ
സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും ഇന്നു മുതൽ തീരുമാനമെടുക്കുക, ക്വാളിറ്റി ടൈം. ആമേൻ. മറിയെ പോലെ, മാർത്തയെ പോലെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒന്നും അവസാനം കയ്യിലില്ല. ആമേൻ. അങ്ങനെ ഒരു അവസ്ഥയിലല്ല, മറിച്ച് കർത്താവിൻ്റെ കൂടെ ഞാൻ ഡെയിലി ഒരു പ്രത്യേക സമയം കർത്താവിൻ്റെ കൂടെ ഇരിക്കും എന്നൊരു തീരുമാനമെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമ്മളെ നോക്കിയും പറയണം, അവൻ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയണം, അവൻ നല്ല അംശം തിരഞ്ഞെടുത്തു, അവളും നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് കർത്താവ് പറയത്തക്കവണ്ണം നമ്മുടെ ജീവിതം മാറി പറയട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. കരമുയർത്തി പറഞ്ഞ്, വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.